ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടക്കത്തിൽ തന്നെ ദയാണ് കാണിക്കുന്നത് കേട്ടോ. ശബരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ സമയം ദയ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ ശബരിയേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? എനിക്കറിയാം ഒരു വീട് പണയം വെക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ശബരിയേട്ടന് ഉണ്ടെന്ന്. വീട് പണയം വെച്ച് ഒരു പരിപാടി ചെയ്യുന്നൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഉടൻ തന്നെ ശബരി പറയാണ്, അത് തന്നെയാണ് എൻ്റെ ടെൻഷൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ കച്ചവടം അതാണല്ലോ വലുത്. അതുകൊണ്ട് ആ കച്ചവടം നടക്കുന്നത് വരെ നമുക്ക് ആ വീട് പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് പിന്നീട് നമ്മുടെ ആ വീടിന്റെ പണയം അങ്ങ് എടുത്താൽ പോരെ, അതോടുകൂടി പ്രശ്നം തീരില്ലേ? അത് കേൾക്കുന്ന ശബരി പറയാം, എടോ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ വീട് പണയം വെച്ച് എന്തായാലും ഇപ്പോൾ ആരും പണം തരാൻ തയ്യാറല്ല. കാരണം വീട് പണയം വെക്കുക ഒന്നെങ്കിൽ പുതുക്കി പണിയുക, അതല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാർക്ക് അങ്ങനെ പണയം വെക്കാൻ കൊടുക്കുക, അതൊക്കെ ചെയ്യുക. അല്ലാതെ വേറൊരു ഉപാധി ഇല്ലെന്ന് പറയും കേട്ടോ. പിന്നീട് ദയ പറയും, പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആരെങ്കിലും പൈസ തരാനുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് തിരിമറിച്ച് തരാനുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ 20 ലക്ഷം രൂപ അങ്ങ് എടുത്ത് പിന്നീട് നമ്മൾ ഈ ഒരു വിഷുവിൻ്റെ കച്ചവടം കഴിഞ്ഞ് അതിൻ്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തിരികെ കൊടുക്കുകയും ചെയ്യാമെന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന ദയ പറയാം, ഓഹോ ഇതേ ഉള്ളൂ പ്രശ്നം. എന്നാൽ ഞാനൊരു ഉപാധി പറയാം. അത് കേട്ട ഉടനെ ശബരി എന്തെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അച്ഛനോട് പണം ചോദിച്ചാൽ മതിയല്ലോ, ഞാൻ അറിഞ്ഞോടത്തോളം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇനിയും 20-25 ലക്ഷം രൂപ പണം ഉണ്ടാവും. ആ ഒരു 20-25 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാമല്ലോ. പിന്നീട് അച്ഛൻ ആ പണം അങ്ങ് തിരികെ കൊടുക്കാം. അതൊന്നും പറ്റില്ലടോ. കാരണം തൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് ഇൻഷുറൻസ് തുക ഞാൻ തൊടില്ലാന്ന്. അന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് തെറ്റിച്ച് തൻ്റെ അച്ഛനോട് ചോദിക്കുക. അത് മാത്രമല്ല, തൻ്റെ അച്ഛൻ തന്നെ രക്ഷിക്കാൻ പണം ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, ഞാൻ അവളെ രക്ഷിച്ചു കൊണ്ടുവരാം എന്നും പറഞ്ഞ ആ വാക്ക് അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെന്നിട്ട് ഇതൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദയ പറയാം, അതിന് ശബരിയേട്ടൻ ചോദിക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചോളാം ശബരിയേട്ടൻ എൻ്റെ കൂടെ നിന്ന് വന്നാൽ മതി. അത് വേണോ? അത് വേണം ശബരിയേട്ട, അച്ഛൻ തരും. അച്ഛൻ ഇനിയിപ്പോൾ തരാൻ പറ്റിയില്ലെങ്കിലോ, അദ്ദേഹത്തിന് വേറെന്തെങ്കിലും പ്രതിസന്ധിയിൽ പെട്ടെങ്കിലോ, അദ്ദേഹത്തെയും കൂടി നമ്മൾ സങ്കടത്തിലാക്കിയെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല, അച്ഛന് വേറെന്ത് പ്രതിസന്ധി എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത്. അതായത് രഘുവിനെ ഇങ്ങനെ ദാസ് വിളിച്ചിരിക്കുകയാണ്. ആണോ എന്നിട്ട് അമ്മാവൻ എന്താ പറഞ്ഞത്? എല്ലാം ഭംഗിയായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാസിന്റെ സംസാരം ഇല്ല, രഘുവിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ രഘു പറയണം, ആണോ എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അമ്മാവിന് മുഷിപ്പൊന്നും തോന്നിയില്ല, വെറുപ്പൊന്നും തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്പിളി ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ആരാണ്? അത് ദാസങ്ങളെ വിളിച്ചത്. എന്താ അമ്മാവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും നമ്മളോട് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നും. അപ്പോൾ കാര്യങ്ങളൊക്കെ ദാസങ്ങൾ പറഞ്ഞു. തീർച്ചയായും ദാസങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തെന്നാ അച്ഛൻ പറഞ്ഞത്? നമ്മുടെ ആവശ്യം അച്ഛൻ നിറവേറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതിനോടുകൂടി എങ്കിലും ദാസങ്ങളിനോടുകൂടി വരാൻ പറയായിരുന്നു. ദാസങ്ങളാണെങ്കിൽ അതിൻ്റെതായ ആ ഒരു ഇതോടുകൂടി സംസാരിച്ചിരുന്നു എന്ന് ഇങ്ങനെ അമ്പിളി പറയാനിട്ട. അത് കേൾക്കുന്ന ദാസങ്ങളുടെ തിരക്കാണെന്ന് രഘു പറയാണ്. ദാസങ്ങൾ ഇല്ലെങ്കിൽ എന്താ, നീ ഉണ്ടല്ലോ അമ്മാവിൻ്റെ മകളായിട്ട്, അതിന് എന്നെ സംസാരിക്കാൻ നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. അത് കേട്ട ഉടനെ നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം, അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ആവരുത്. അതൊന്നുമില്ല, എൻ്റെ അച്ഛനോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ എനിക്കറിയാമെന്നും അവിടെ പിന്നീട് അമ്പിളി പറയുന്നു കേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല അങ്ങനെ അമ്പലത്തിലോട്ട് വരുമ്പോൾ താൻ ആഗ്രഹിച്ച ആളെ തന്നെ തൻ്റെ മുന്നിൽ കണ്ടിരിക്കുന്നു. അങ്ങനെ സുശീല പറയും, ഈശ്വര എത്ര പെട്ടെന്ന് ഇവരെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു തന്നല്ലോ. അപ്പോഴേക്കും തൻ്റെ മകൾക്ക് പ്രസാദം ഇട്ട് കൊടുക്കുകയായിരിക്കും സച്ചി. ഈ ഒരു കാഴ്ച കാണുമ്പോൾ സച്ചിക്കും പറ്റുന്നില്ല കേട്ടോ. സുശീലയെ കാണുമ്പോൾ എൻ്റെ മകൾ അല്ലെങ്കിൽ നൊന്തിരിക്കുന്ന സമയത്ത് ഇവരുടെ വാക്ക് അത് മൂർച്ച തന്നെയെന്ന് സച്ചിക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ സച്ചി ഇവരെ കാണുമ്പോൾ, എന്താ സച്ചി എന്നെ കണ്ടപ്പോൾ വലിയൊരു ഇഷ്ടമില്ലാത്ത പോലെ, അന്ന് നിങ്ങളുടെ മകൾ എന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തനെ കല്യാണം കഴിച്ചു പോയിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? സുശീല, ഇതൊരു അമ്പലമാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല സംസാരിക്കണം, ഞാൻ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കണം. ഉള്ളതുപോലെ പറയണല്ലോ. നിങ്ങളുടെ മകള് അന്ന് എൻ്റെ മരുമകളാവാം എന്ന് പറഞ്ഞു വന്നിട്ട് അത് കേട്ട ഉടനെ എന്ത് പറയണേ, നിങ്ങളുടെ മരുമകളാവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരുത്തനെ കെട്ടിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉടൻ തന്നെ ആദ്യം നീ എൻ്റെ മകനെ തേടി വന്നവളാണ്, എന്നിട്ട് എൻ്റെ മകളെ വേണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് ഒരു മദാമയുടെ കൂടെ കോട്ട് സൂട്ട് വിട്ട് വന്ന പയ്യനെ
എന്നെ അങ്ങ് കണ്ടപ്പോൾ നീ അവനെ കെട്ടി, എന്നാൽ അവനെ നിന്നെ പറ്റിച്ചെന്ന് കണ്ടപ്പോൾ നീ ഇപ്പൊ എൻ്റെ മകനോട് ആഗ്രഹം നിന്നിൽ വീണ്ടും മുള പൊട്ടിയിരിക്കില്ല. അത് കേൾക്കുന്ന സച്ചി പറയണേ, ഇതൊരു അമ്പലമാണ്, ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കില്ലേ സുശീലെ, ഞാനുള്ളത് പറയും, ഉള്ളതുപോലെ പറയുന്ന ശീലമാണ് എനിക്ക്. എൻ്റെ മകനെ അസമയത്ത് വിളിച്ച് നേരം കാലമൊന്നും നോക്കാതെ ഇവള് വിളിച്ചിട്ട് എൻ്റെ മകനും മരുമകളും സുഖമായി ജീവിക്കുന്നു. പക്ഷെ ഇവള് വിളിച്ചതിൽ അന്ന് അവർ ടൂർ പോയതിൽ അവർക്ക് വിള്ളലുണ്ടായിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ. ഇവൾ ഒറ്റൊരുത്തിക്കാരനാണ്, നേരവും കാലവും ഇല്ലാതെ ഇവളുടെ ഉള്ളിലെ പ്രണയം വെച്ച് അങ്ങോട്ടേക്ക് വിളിച്ച അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്നോട് അങ്ങ് പറഞ്ഞാൽ മതി, ഈ സുശീല പറഞ്ഞു തരാം അതിനുള്ള വളവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഇന്ന് പൊട്ടിക്കരയാൻ കേട്ടോ. ഈ സമയം മോളെ സങ്കടപ്പെടില്ല, ആളുകൾ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി തൻ്റെ മകളെയും കൊണ്ട് അങ്ങ് പോവാണ്. പിന്നീട് സുശീല അമ്പലത്തിൻ്റെ നടയിൽ, അമ്മേ ഇത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ ഞാൻ കരഞ്ഞും കൊണ്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുമ്പോൾ ദൈവമായിട്ട് ഈ ഇന്ദുവിനെ വീണ്ടും എൻ്റെ മരുമകളാക്കാനുള്ള ആ ഭാഗ്യം കൂടി ഇനി എനിക്ക് തന്നാൽ മതി. ഇപ്പോൾ അവൾ സ്വതന്ത്രയാണ്, അതുപോലെ തന്നെ ആ സുധൻ്റെ മകള് അങ്ങ് ഒഴിവാക്കുകയും എൻ്റെ മകനെ കൊണ്ട് ചേർത്ത് വെക്കുകയും ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ഭാനുമ്മ വരുന്നു കേട്ടോ. എന്താ സുശീലെ, നീ വലിയ സന്തോഷവതിയാണല്ലോ, പതിവില്ലാത്ത എന്താ സന്തോഷം നിനക്ക് കിട്ടിയത്? അതെന്താ നിങ്ങളോട് പറയാനുള്ളത്? അല്ല, നീ നിന്റെ മകനും അതുപോലെ തന്നെ സച്ചി സാറിൻ്റെ മകളുമായി ഇനി വിവാഹം നടത്താൻ അങ്ങനെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? നിങ്ങൾ എവിടുന്ന ഈ വരുന്നത്? നിങ്ങൾ വായി തോന്നിയത് വിളിച്ചു പറയണ്ട, വേണ്ട, നിർത്തിയേക്ക് സുശീലെ. എന്തിനാണ് നീ മഹാപാവം ചെയ്യുന്നത്? ആ പാവം ചെറുക്കനും പെണ്ണും നല്ലപോലെ ജീവിച്ചു പോകല്ലേ, അവരുടെ ജീവിതത്തിൽ നീ വിള്ളലുണ്ടാക്കുന്നത് എന്തിനാണ്? ഇല്ലാത്ത അപവാദങ്ങൾ നീ എന്തിനാണ് പറഞ്ഞുണ്ടാക്കുന്നത്? അതെ, ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. തൂണിലും തൊരുമ്പിലും നിങ്ങളിരുന്ന് എല്ലാം ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലതല്ലേ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്തിനാണ് ഇനിയിപ്പോൾ ആ പാവങ്ങളുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ വരുത്തുന്നത് സുശീലെ? ഈ മഹാപാവൊക്കെ നീ എവിടെയെങ്കിലും കൊണ്ടേ കഴുകി കളഞ്ഞാൽ പോലും തീരില്ല. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സുശീല എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞു പോകുമ്പോൾ, ദൈവമേ അവള് അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാ, അവളുടെ ആ ബുദ്ധിക്ക് നീ പുറത്തു കൊടുക്കണമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മാനുമ്മ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നീട് അനന്തമാഷിനെയാണ് കാണിക്കുന്നത്. അനന്തമാഷിൻ്റെ അരികിലോട്ട് സത്യനും ശ്യാമും വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്താപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? എൻ്റെ മകൾ ആദ്യമൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോട് ചോദിച്ചിട്ടായിരുന്നു. ഇപ്പോഴെല്ലാം അവളെ കഴിവുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് നിൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും തന്നെയാണ്. അത്രയും ജീവിതം അവൾക്ക് മടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അവൾ തന്നെ തീരുമാനമെടുക്കുന്നു. ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അത് കേൾക്കുന്ന സത്യം പറയണേ, ഇന്ദ്രേട്ടൻ്റെ ജീവനും ജീവിതവുമാണ് ആ കട. ആ കടയില്ലാതെ ഇന്ദ്രേട്ടന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കട വിപുലീകരിച്ചെടുക്കണമെന്നും ഈ വിഷു ആകുമ്പോൾ ഒരുപാട് കച്ചവടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അനുവടുത്ത് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസുമായി വന്നത്. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ പറയുന്നത് ഈ ഒരു വിഷു കഴിയുന്നത് വരെ ആ കട എനിക്ക് കിട്ടണമെന്ന് ഇന്ദ്രേട്ടൻ പറയുന്നുണ്ട് എന്ന് പറയണിട്ടോ. ഇതേ സമയം മാഷ് പറയുന്നത്, ഇക്കാര്യം എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു പണി ചെയ്ത് ദാസനോട് സംസാരിക്കുക. അത് കേൾക്കുന്ന സത്യം പറയണേ, ഇന്ദ്രേട്ടൻ ദാസങ്ങളിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദാസങ്ങൾ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മുഖത്തടിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ദാസ് പറഞ്ഞിരിക്കുന്നു. അത് കേൾക്കുന്ന മാഷ് പറയണേ, അപ്പോൾ എൻ്റെ മകൾക്കൊപ്പമാണ് ദാസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കട 15 ദിവസം, അതായത് ഈ ഒരു വിഷു വരെ നടത്താൻ ഞാൻ കൊടുത്തോളാം. അത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അങ്ങ് മാഷ് പോകുന്നു കേട്ടോ. അല്ല, സത്യനും ശ്യാമും പോകുന്നു കേട്ടോ. ഇത് കേട്ടാൽ മതി എന്ന സന്തോഷത്തിൽ അവർ പോകുമ്പോൾ ഇവിടെ മാഷ് എന്തൊക്കെയും മനസ്സിൽ കുറിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.